അവളും അവളുടെ കുടുംബം കൂടി നിന്നെ അങ്ങനെ ചുറ്റി വളഞ്ഞ് പിടിച്ചു. അവർക്ക് ലാഭമല്ലേ, എന്ത് കിട്ടിയാലും ലാഭം. ഇപ്പൊ തന്നെ ഈ സിറ്റി ലൈഫ് അതവർക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? ഏട്ടനത് ഉണ്ടാക്കി കൊടുത്തില്ലേ? സത്യത്തിൽ നന്ദിനിയുടെ വീട്ടുകാര് ഈ സിറ്റിയിൽ വന്ന് താമസിക്കുന്നത് എല്ലാവർക്കും നാണക്കേടാ. ഇപ്പൊ അവര് താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാര് അളിയന്റെ ഭാര്യയും അമ്മായച്ചനും അനിയത്തിമാരുമാണെന്ന് തിരിച്ചറിഞ്ഞു കാണില്ലേ? നാട്ടിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവില്ലേ? അതുകൊണ്ട് അത്തരം ചർച്ചകളൊന്നും എന്നെ ബാധിക്കില്ല. ആരും അതിനോട് ചോദിക്കാനും വരില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, നന്ദിനിയുടെ കുടുംബത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഭേദം തെരുവിൽ ഏതെങ്കിലും ഭിക്ഷക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന്. ഈ ഓണത്തിന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്കൊപ്പം നിങ്ങളെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഇത് സൂര്യ പറയുന്നത്. എങ്കി നീ അതൊന്ന് നടത്തി കാണിക്കേ, അപ്പൊ അതിന് ഞങ്ങൾ സമ്മതിച്ചുതരാം. കാണാം നമുക്ക്. ഈ ഓണം എനിക്ക് സ്പെഷ്യലാ, നിങ്ങൾക്കും.